10 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന ദശരഥനാകണമെന്നും 10 ഇന്ദ്രിയങ്ങളുടെയും അടിമയായ രാവണനാകരുതെന്നുമാണ് രാമായണം പഠിപ്പിക്കുന്നത്. വേദനിക്കുന്നവരുടെ ശാപമേറ്റാൽ ഈശ്വരന് പോലും രക്ഷിക്കാനാകില്ല എന്ന് മാതാമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി പറഞ്ഞു. പ്രകൃതി നിയമങ്ങളുടെ ലക്ഷ്മണരേഖ ലംഘിക്കരുത് എന്നാണ് രാമായണം പഠിപ്പിക്കുന്നതെന്നും സ്വാമിജി പറഞ്ഞു. ഓം അമൃതേശ്വരിയെ നമഃ. രാമായണ തത്വത്തെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. രാമായണ കഥയിൽ രാമൻ ജനിച്ച സ്ഥലം അയോധ്യയാണ്. അയോധ്യ എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്ത സ്ഥലം. യുദ്ധമില്ലാത്ത ആ സ്ഥലത്താണ് ഈശ്വരൻ അവതരിക്കുക. പരിശുദ്ധമായ ഹൃദയത്തിലാണ് ഈശ്വരൻ അവതരിക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ദശരഥപുത്രനായി ശ്രീരാമചന്ദ്രൻ അവതരിക്കുന്നു. ദശരഥൻ എന്ന് പറയുമ്പോൾ 10 രഥങ്ങളുള്ളയാൾ, 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളുമുള്ള ദശരഥന്മാരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ 10 രഥങ്ങളുള്ളത് കൊണ്ട് ദശരഥനാവില്ല. 10 രഥങ്ങളെയും നിയന്ത്രിക്കുവാനുള്ള ശക്തിയുള്ളവൻ ദശരഥൻ. ദശമുഖൻ 10 ഇന്ദ്രിയങ്ങൾക്കും അടിമയായവൻ രാവണൻ. നിശാചരൻ 10 തലയുടെ അഹങ്കാരവും ബുദ്ധിശക്തിയും 20 കൈകളുടെ ശക്തിയും ഉള്ളയാൾ. രാവണൻ നിസ്സാരനായ ഒരാളല്ല, അറിവിൻ്റെ ഭണ്ഡാകാരമാണ്. ശക്തിയുണ്ട്, അജയ്യനാണെന്ന തോന്നലുണ്ട്. ഇങ്ങനെ 10 ഇന്ദ്രിയങ്ങൾക്കും അടിമയായ രാവണൻ രാക്ഷസന്മാരുടെ നടുവിലാണ് അവതരിക്കുക. അപ്പോൾ ദശരഥൻ 10 ഇന്ദ്രിയങ്ങളെയും അധീനത്തിലാക്കിയവൻ. ദശമുഖൻ 10 ഇന്ദ്രിയങ്ങൾക്കും അടിമയായവൻ. നമ്മൾ രാമായണ തത്വം പറയുമ്പോൾ സീതാദേവിയെ മനസ്സിൻ്റെ പ്രതീകമായിട്ടാണ് പറയുക. രാവണൻ കൊണ്ടുപോയത് മായാസീതയെയാണ്. യഥാർത്ഥ സീതാദേവി അഗ്നിയിൽ മറഞ്ഞു. മനസ്സിൻ്റെ ആവിർഭാവം പോലെ അവ്യക്തമാണ് സീതാദേവിയുടെ ഉദ്ഭവം. ഉഴവ് ചാലിൽ നിന്ന് കിട്ടിയെന്നാണ് പറയുന്നത്. അതേപോലെ ഭൂമിയിലേക്ക് തന്നെ ദേവി അപ്രത്യക്ഷയായി. രാമൻ്റെ അച്ഛനായ ദശരഥൻ ഒരിക്കലൊരബദ്ധം ചെയ്തു. ശബ്ദം കേട്ട ദിശയിലേക്ക് ശരമയച്ചു. ഒരു മുനികുമാരൻ്റെ മരണത്തിന് അത് കാരണമായി. ആ അബദ്ധം കാരണം പുത്രശോകത്താൽ മരിക്കുമെന്ന ശാപവും കിട്ടി. അമ്മ പറയാറുണ്ട്, ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണോ? ആരുടെയും ശാപം ഏറ്റുവാങ്ങരുത്. വേദനിക്കുന്ന മനസ്സുകളുടെ ശാപമേറ്റാൽ ഈശ്വരന് പോലും രക്ഷിക്കാൻ സാധിക്കില്ല. ഒരാൾ വേദനയോടെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ തിരിച്ചെടുക്കാൻ പ്രപഞ്ചശക്തിക്ക് മറ്റു മാർഗമൊന്നുമില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ ശാപം ഏറ്റുവാങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രാമനോടൊപ്പമുള്ള വനവാസ സമയത്ത് സീതാദേവിക്ക് കൊടുങ്കാട് അയോധ്യയേക്കാൾ മനോഹരമായി തോന്നി. കാരണം ശ്രീരാമചന്ദ്രൻ അടുത്തുള്ളപ്പോൾ ഏത് സ്ഥലവും നരകം പോലും സ്വർഗീയ സുഖം പകരുന്ന സ്ഥലമായി മാറും. മനസ്സ് ഈശ്വരനു നേരെ തിരിഞ്ഞിരിക്കുന്ന സമയത്ത് എത്ര വളരെ ദുരിതങ്ങൾ നിറഞ്ഞ സ്ഥലമാണെങ്കിലും സ്വർഗീയ സുഖങ്ങൾ പകരും. മനസ്സ് ഈശ്വരനെ വിട്ട് ഭോഗവസ്തുക്കളിലേക്ക് തിരിയുമ്പോൾ ചെന്നെത്തുന്നത് ദുരിതങ്ങളുടെ നടുവിൽ. അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഈശ്വര ധ്യാനത്തിൽ മുഴുകി ഈശ്വരൻ വന്ന് രക്ഷിക്കാനുള്ള അവസരമൊരുക്കണം. അതിനുള്ള പരിശുദ്ധി ആർജിക്കണം. നമുക്ക് ഈ ലോകത്തിൽ സന്തോഷിക്കുവാനുള്ള അവകാശമുണ്ട്. ചില നിയമങ്ങൾക്ക് വിധേയമായി വേണം സന്തോഷിക്കാൻ. ചില നിയമങ്ങൾക്ക് വിധേയമായി സന്തോഷിക്കാൻ അനുവദിച്ചിരിക്കുന്നു ഈ പ്രകൃതി. ലക്ഷ്മണരേഖ ലംഘിക്കാതിരിക്കാൻ ജീവിതത്തിൽ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. കാർ ഓടിച്ച് സന്തോഷിക്കാം, ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം. ഏതു നിമിഷവും അപകടങ്ങളുണ്ടാകാവുന്ന ഒരിടമാണ് ഈ പ്രപഞ്ചം. ഇവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ പ്രകൃതി നിയമങ്ങൾ പാലിച്ചിരിക്കണം. ആ നിയമങ്ങളെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ലോകത്തിൽ ജീവിക്കുമ്പോൾ ധർമ്മമനുസരിച്ച് ജീവിച്ചാൽ സന്തോഷത്തോടു കൂടി ജീവിക്കാം.
ലക്ഷ്മണരേഖ എന്ന് പറയുന്നത് പ്രകൃതി അനുവദിച്ചിരിക്കുന്ന ചില പരിധികളാണ്. ആ രീതിയിൽ ഈ ലോകത്തിലെ സുഖങ്ങൾ അനുഭവിക്കുവാൻ അനുവദിച്ചിരിക്കുന്നു. പക്ഷേ അത് ലംഘിച്ചാൽ രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല. അവസാനിക്കാത്ത ദുരിതങ്ങളായിരിക്കും നമ്മെ ബാധിക്കുക. ഇത് രാമായണ കഥയിൽ ഉടനീളം പ്രതിഫലിക്കുന്നു. ജീവിത സത്യമാണത്.